സമീപകാലത്ത് കേരള ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പ്രകമ്പനമുണ്ടാക്കിയ വാർത്ത ലയണൽ മെസ്സിയുടെ അർജന്റീൻ ടീം കേരളത്തിലേക്ക് വരുന്നു എന്നതാണ്. മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അഥവാ അർജന്റീൻ ടീം വന്നാലും മെസ്സി ടീമിലുണ്ടാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവ്യക്തതകളേറെ നിലനിൽക്കുമ്പോഴും അർജന്റീൻ ടീമിനെ കേരളത്തിൽ എത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾ ശക്തമാവുകയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ സ്പോൺസർഷിപ്പോടെയാണ് മെസ്സിയെയും സംഘത്തെയും കേരളത്തിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ലോകചാമ്പ്യന്മാരെ കേരളത്തിൽ കളിക്കാൻ എത്തിക്കുന്നതിന് 100 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 70 കോടിയും അർജന്റീൻ ടീമിന് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടി വരിക. അടുത്ത 6 മാസം ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റ് സംഘടിപ്പിച്ച് ഇതിനുള്ള പണം കണ്ടെത്താനാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ശ്രമം. സംഘടനയിൽ 7000 അംഗങ്ങളാണുള്ളത്. പണം സമാഹരിക്കാനായി പ്രത്യേക പദ്ധതികൾക്ക് സംഘടന രൂപം നൽകി കഴിഞ്ഞു. ഫണ്ട് ശേഖരണത്തിനായി AR റഹ്മാന്റെ സംഗീത പരിപാടിയും മിസ് കേരള ഫാഷൻ ഷോയും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തും. അടുത്ത വർഷം മെസ്സി അർജന്റീൻ ടീമിനൊപ്പം കളിക്കാൻ എത്തുമോ എന്നാണ് ഇപ്പോഴും പ്രധാന സംശയം. 38 വയസ്സിലേക്ക് കടക്കുന്ന മെസ്സിക്ക് 2025 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെയും മേജർ ലീഗ് സോക്കർ മത്സരങ്ങളുടെയും തിരക്കുണ്ട്. ഇതിനിടയിൽ അപ്രധാനമായ സൗഹൃദ മത്സരത്തിനായി മെസ്സി ടീമിനൊപ്പം വരുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ഇതേസമയം മെസ്സി അടക്കമുള്ള അർജന്റീൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാനാണ് കരാറെന്നും മെസ്സി ഉറപ്പായും ടീമിലുണ്ടാവുമെന്നും കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ പറയുന്നു. മെസ്സിയുടെ അർജന്റീനയ്ക്കെതിരെ കളിക്കേണ്ട ടീം ഏതാണെന്ന് മാത്രം നിശ്ചയിച്ചാൽ മതിയെന്നും ബാക്കി എല്ലാ കാര്യങ്ങളും തീർച്ചയായും നവാസ് മീരാൻ പറയുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.